ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് തളിപ്പറമ്പിലേക്ക് പോകാൻ ഇറങ്ങിയേക്കാണ്. കാരണം വേറെ ഒന്നല്ല, ഫിഷ് മേടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. തീവണ്ടി അങ്ങോട്ടല്ല പോന്നെ. തീവണ്ടീന്റെ അടുത്തല്ലടാ, നമ്മൾ തീവണ്ടീന്റെ അടുത്തല്ല പോന്നെ. ധൻഷുബേബിന്റെ സംസാരം എടുത്ത് ആരും പേടിക്കണ്ട. നമ്മള് സംസാരിക്കുന്ന രീതിക്ക് എല്ലാം കോപ്പി അടിച്ചിട്ട് അവനും പറയുന്നയാണേ. പക്ഷെ നിന്റെ സംസാരം കേൾക്കാൻ കൊറേയൊക്കെ ഭയങ്കര ഇഷ്ടം. നീ ഒന്ന് സംസാരിച്ചേ. ഗേറ്റ് അടക്കും അല്ലേ? ഗേറ്റ് അടക്കും. എനിക്ക് വണ്ടിയിലൊരു സ്റ്റാൻഡില്ലാത്തതിന്റെ പ്രശ്നമുണ്ട്. സ്റ്റാൻഡ് അടിച്ചു തരുവാ? ഡാഡിയാന്ന്, ഇടനല്ല. ഡാഡി വിളിക്കാതെ എന്താ? കൈവേന എടുക്കുന്നേ. ഞാൻ എന്താന്നറിയോ, സ്റ്റാൻഡ് അതുപോലെ മറ്റേ സെൽഫി സ്റ്റിക്ക് അല്ലേ, അതൊന്നും വാങ്ങിക്കാതെ എനിക്ക് യൂട്യൂബിന്റെ ഫസ്റ്റ് മണി വന്നിട്ട് വാങ്ങിക്കണമെന്ന് എന്റെ ഭയങ്കരമായിട്ടുള്ള ഒരു ആഗ്രഹമാണ്. അതുകൊണ്ടാണ് ഞാൻ വാങ്ങിക്കാതെ കേട്ടോ. കുറേ പേര് എൻ്റെ അടുത്ത് പറയുന്നുണ്ട് റിംഗ് ലൈറ്റ് തുടങ്ങിയ സംഭവങ്ങളൊക്കെ ചൂടിയാണ്. എന്തുവാ സാർ? ഇപ്പൊ ഗേറ്റ് അടക്കും. അതിന്റെ ഒരു വെപ്രാളത്തിലാണ് കുട്ടി. ഇപ്പൊ ഗേറ്റ് അടക്കും അല്ലേ? നമ്മളെവിടെ പോന്നേ? മീൻ മേടിക്കാനാ നമ്മള് പോകുന്നത്. എന്ത് മീനാണ്? കോയിനാ? ഓ, കോയിൻ മേടിക്കാനാ പോന്നേ. കോഴിയുടെ ഉള്ള കോഴി പീടികയില് നിങ്ങക്ക് എത്ര കോയിന വേണം? മുറിക്കാൻ ഇഷ്ടമൊന്നല്ല, പക്ഷെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടം അല്ലേ? കൊറേ വണ്ടിയുണ്ട്. എനിക്ക് ഏതാ വേണ്ടേ? ഏത് ഗ്ലാസ് ഒക്കെ താക്കുന്നുണ്ട്. യെല്ലോ പറഞ്ഞേ. റെഡ് ആണ്ടേ? റെഡ് അല്ലേ? ഏതാന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല. സൈഡിലെ അതെയാ? ഭയങ്കര ചൊറയന്നെ അല്ലേ? ഏതൻഷു ഭയങ്കര ഡിസ്റ്റർബൻസ് ഉണ്ടല്ലേ വണ്ടീനെ കൊണ്ട് അല്ലേ? അത് വാങ്ങിക്കാൻ നമ്മളിവിടെ നിർത്തിയാണ് കേട്ടാ. ഗൈസ്, ഫ്രണ്ടില് സിഗ്നൽ ആണ്. അപ്പൊ ധൻഷു ആ ബേബി ഷോപ്പ് കണ്ടിട്ടാണ് കേട്ടോ. അത് വാങ്ങിക്ക, തിരിച്ചു വരുമ്പോ വാങ്ങിക്കാം കേട്ടോ. അത് വന്ന് തരുന്നില്ല. ക്ലാസ് വന്നിക്ക്. ഏയ് ധൻഷു, ഈ സൂര്യനൊക്കെ അങ്ങോട്ട്, സൂര്യനൊക്കെ. അതാ സൂര്യൻ, അതാ ഫ്രണ്ടിലേക്ക് നല്ലോണം നോക്ക്. അതാ നോക്ക്, അതാ മാർക്കറ്റിലെത്തി ഗൈസ് നമ്മള്. അല്ലേ, ഇത് മാർക്കറ്റല്ലേ ഗൈസ്? അങ്ങനെ നമ്മൾ മാർക്കറ്റിലെത്തിയിട്ടുണ്ട്. നമ്മളിപ്പം തളിപ്പറമ്പിലേക്ക് വന്നത് മീൻ മേടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം നമ്മൾ ഉദ്ദേശിച്ച മീൻ ഇവിടുന്ന് നമുക്ക് കിട്ടുമോ നോക്കാം. നമ്മൾ എന്താ പറയുക, അത്ര ചെറുതല്ലാത്ത സൈസ് ചെമ്മീൻ മേടിക്കാനാണ് ഇവിടത്തേക്ക് വന്നത്. അല്ല, ഇവിടെ പല ടൈപ്പ് മീനും ഇവിടെ അവൈലബിൾ ആണ്. നല്ല സ്മെല്ലും കൂടിയാണ് കേട്ടോ.
നമ്മൾ അങ്ങനെ അധികം മാർക്കറ്റിലേക്കൊന്നും അങ്ങനെ വരാറില്ല. എനിക്ക് ഈ മീനിനെ കണ്ടപ്പം ഭയങ്കരമായി ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എനിക്കിങ്ങനെ വലിയ സൈസ് മീൻ കഴിക്കാനൊന്നും ഒട്ടും ഇഷ്ടമില്ലാത്ത ആളാണ്. ചെറിയ ചെറിയ ഐറ്റംസ് എനിക്ക് കഴിക്കാൻ ഇഷ്ടമുള്ളൂ. എന്നാൽ ഇതുപോലെ കാണുമ്പോൾ നമുക്ക് ഒരു രസമാണല്ലോ ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ ഉദ്ദേശിച്ച സൈസിലുള്ള ചെമ്മീൻ നമുക്ക് കിട്ടിയിട്ടില്ല. വളരെ ചെറിയ ചെമ്മീൻ മാത്രമേ ഇവിടെയുള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് വാങ്ങിക്കാണ്ട് തിരിച്ചു പോകട്ടെ. അപ്പോൾ നേരത്തെ കണ്ട ആ മീനിനെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. ആ ചേട്ടനോട് ഞാൻ ചോദിച്ചു ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി ഒന്ന് എടുത്തോട്ടേന്ന് ചോദിച്ചപ്പോൾ ചേട്ടൻ ഒരു മടിയും കൂടാതെ നമുക്ക് തന്നു കേട്ടോ. ആ ചേട്ടൻ തന്നിട്ടുണ്ട്. ഇത് വലിയ നല്ല വെയിറ്റ് ഉണ്ട് ഗൈസ്. അത് നല്ല വെയിറ്റുള്ള മീനായിരുന്നു. അപ്പോൾ ഞാൻ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ട്. എനിക്കത് കാണുമ്പോൾ ഭയങ്കര ഇഷ്ടം അത്തരം വലിയ മീനൊക്കെ. അപ്പോൾ നമ്മളിതാ വണ്ടിയിലേക്ക് തിരിച്ച് കയറിയിട്ടുണ്ട്. തളിപ്പറമ്പിൽ മാർക്കറ്റാണ് കേട്ടോ. പിന്നെ നമ്മൾ വേറൊരു കടയിൽ നിന്ന് ഇതാ നമുക്ക് ഉദ്ദേശിച്ച സൈസുള്ള കറക്റ്റ് സൈസുള്ള ഒരു ചെമ്മീൻ നമുക്ക് അവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതെവിടെയുണ്ട്. അധികം വലിയ ചെമ്മീനല്ല, നമുക്കൊരു അത്യാവശ്യം ഒരു സൈസിലുള്ള ഇത് നമുക്ക് വേണ്ടത്. നല്ല വീഡിയോ കാണുന്ന നല്ല വലുപ്പമുള്ള ചെമ്മീനാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇവിടെ കിടപ്പുണ്ട്. ഇതെല്ലാം ഇതാണ് ഈ ഒരു സൈസിലുള്ള ചെമ്മീനാണ് നമുക്ക് വേണ്ടത് കേട്ടോ. ഇത് അത്യാവശ്യം വലിയ സൈസാണ്, പക്ഷേ വീഡിയോയിൽ കാണുമ്പോൾ അത് വളരെ ചെറുതുപോലെ തോന്നുന്നുണ്ട് കേട്ടോ. ധനുഷ് അവിടെ എന്തൊക്കെയോ നോക്കി നടക്കുന്നുണ്ട്. നമ്മൾ ഇതൊക്കെ വാങ്ങി അതിന് ശേഷം നമ്മൾ വണ്ടിയിൽ കയറിയിട്ടുണ്ട് കേട്ടോ. ഇല്ലല്ലോ മീനെ, നിന്റെ മീനതാ താഴോ താഴെ അതാ താഴെ ആ ബാക്കിലുണ്ട് ഓരോ മീൻ കേട്ടോ. അതല്ല മീനല്ല വെച്ചു. ആരോടാ? ആ അത് തനിയെ പോന്നെയല്ല, ചവിട്ടി വിടടാറാ, ചവിട്ടി വിടടാറാ. നമുക്ക് സമയമില്ലെന്നറിയ. ആ സമയമില്ല, വേഗം പോടാ. എനിക്ക് വണ്ടി വേണോ? വണ്ടി വേണോ? പിസയാ എടാ വേണ്ട പിന്നെ അയച്ചോ. നിൽക്കണോ? ഗൈസ്, ധനുഷ് ബേബീൻ്റെ സംസാരം കേൾക്കാൻ നല്ല രസമാണ്. പിന്നെ അവൻ പിന്നെ എന്താ പറയുക, നമ്മളെ ഇങ്ങനെ പൊട്ടത്തി എന്നൊക്കെ വിളിക്കുന്നത് കേട്ട് നിങ്ങൾ ഒന്നും വിചാരിക്കരുത്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കുമ്പം പറയുന്ന കാര്യങ്ങൾ നമ്മളല്ലെങ്കിൽ മറ്റാരെങ്കിലും പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് അവൻ എന്താ പറയുക നോട്ട് ചെയ്ത് വെച്ച് പിന്നീട് അതുപോലെ സംസാരിക്കുന്നതാട്ടോ. പിന്നെ നമ്മൾ കുട്ടികളുടെ മുന്നിൽ നിന്ന് അങ്ങനെ അടി കൂടാറോ അതുപോലെ തന്നെ എന്തെങ്കിലും ഇഷ്ടമില്ലാത്ത ചീത്ത വാക്കുകളൊക്കെ പറയുക അങ്ങനത്തെ സംഭവങ്ങളൊന്നും നമ്മൾ ചെയ്യാറില്ല. കാരണം അതൊക്കെ നമ്മുടെ കുട്ടികൾക്ക് എന്താ പറയുക, വളർന്നു വരുന്ന കുട്ടികൾക്കത് ദോഷം ചെയ്യും. പിന്നെ ഈ ഒരു പ്രായത്തിൽ ഇത്തരം സംസാരങ്ങളൊക്കെ നമുക്ക് കേൾക്കാനൊരു രസമാണ്. അതുകൊണ്ട് നമ്മളിപ്പോൾ അത് അങ്ങനെ വാൺ ചെയ്യാൻ നിൽക്കാറില്ല കേട്ടോ. അതൊക്കെ ആ ഒരു പ്രായം ഇതാകുമ്പോൾ മാറിക്കോളും. പിന്നെ നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നമ്മൾ മുന്നോട്ട് പോയാൽ മതി. അപ്പോൾ അതായത് നമ്മൾ തട്ടട, നമ്മളെ സ്ഥിരം തട്ടട ഒന്നും പറയാൻ പറ്റില്ല. നമ്മൾ തളിപ്പറമ്പ് ഭാഗത്ത് തന്നെ 2 തട്ടട നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ളതുണ്ട്. ഇവിടെയും നമ്മളധികം കയറാറുണ്ട് കേട്ടോ. നമ്മൾ അപ്പവും മുട്ടിയുമാണ്. ഞാൻ ഒന്നും ഓർഡർ ചെയ്തിട്ടുണ്ടായില്ല, എനിക്കൊന്നും കഴിക്കാനൊരു മൂടുണ്ടായിട്ടില്ല. ചായ മാത്രം കുടിക്കാനാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ചായ മാത്രം മതിയെന്ന്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ എന്നോട് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ട് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നി ഒന്ന് വാങ്ങിക്കാമെന്ന് ഉള്ളതിന് പിന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം നല്ല ടേസ്റ്റ് ഉണ്ട്. എപ്പോഴും ഇവിടെ കിട്ടുന്ന അപ്പം മുട്ടയും മിക്സ് ചെയ്യും ടേസ്റ്റ് ഇന്നുണ്ട്. ഞാൻ എന്താ മേടിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ടാവും. ഇന്നിതിന് കാര്യമായിട്ട് വലിയ ക്വാണ്ടിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് മേടിച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, എനിക്കൊരുപാടുണ്ടാവും. അപ്പോൾ ഞാൻ വെറുതെ അത് വേസ്റ്റാക്കാൻ മേടിച്ചിട്ട് ഞാൻ മേടിക്കാറില്ല. ലൈറ്റായിട്ടുള്ള കടിയൊന്നും എനിക്ക് കല്ലുമ്മക്കായി ഭയങ്കര ഇഷ്ടമാണ്. അതൊന്നും ഞാൻ അവിടെ കണ്ടിട്ടില്ല, അതുകൊണ്ട് ഞാൻ മേടിച്ചിട്ടില്ല കേട്ടോ. ധനുഷ് ബേബിയും കഴിക്കുന്നുണ്ടായിട്ടില്ല. പിന്നെ ഞാൻ അധികം നിർബന്ധിച്ചിട്ടില്ല. ഈ തരം ഫുഡ് ഞാൻ അങ്ങനെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇതാക്കി കൊടുക്കാറില്ല കേട്ടോ. അപ്പോൾ നമ്മളതാ ബാക്കി മേടിച്ചിട്ട് ഒന്നും പറയാനുള്ളത് പറഞ്ഞോ. കടിച്ചേ മറ്റേ മുട്ടായി എടുത്തു, ഒരു
ഒന്നും മേടിച്ചു കൊടുക്കാറില്ല. ഷുഗർ അതൊന്നും കൊടുക്കാൻ പറ്റില്ല. മിഠായിന്നും പലപ്പോഴും കൊടുക്കും, ഡെയിലി കൊടുക്കാറില്ല. മുട്ടായി, ബിസ്ക്കറ്റ് തുടങ്ങിയ ഐറ്റംസ് ഒന്നും ധനുഷിന് കൊടുക്കാറില്ല അല്ലേ. വല്ലപ്പോഴും ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് മാത്രമേ കൊടുക്കാറുള്ളൂ. സ്ഥിരം കൊടുക്കാൻ നല്ലതല്ല കുട്ടികൾക്ക്. ക്യൂട്ട് ബേബി, ധനുഷ് ക്യൂട്ട് ബേബി അല്ലേ. ധനുഷ് ക്യൂട്ട് ബേബി അല്ലേ നീ? പറഞ്ഞാട്ടെ, പറഞ്ഞേ കൂട്ട് ബേബിയാണ്. അപ്പോൾ വരുന്ന വഴിക്ക് നമുക്ക് തൈര് മേടിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തൈര് നമ്മളിതാ നാട്ടിൽ എത്താനാകുമ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് മേടിച്ചത്. എൻ്റെ അവിടെ നിന്ന് തൈര് മാത്രമേ നമുക്ക് മേടിക്കാനുള്ളൂ കേട്ടോ. അതും മേടിച്ച് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഞാനും ഹസ്ബൻഡും ഉടനെ വീട്ടിലെത്തിയ ഉടനെ മീൻ ക്ലീൻ ചെയ്യാന്നുള്ള ഇതിൽ നമ്മൾ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട് കേട്ടോ. ഞാൻ മത്തിയാണ് മത്തി നമ്മൾ അവിടെ നിന്ന് മാർക്കറ്റിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് പറയാൻ വിട്ടുപോയതാണ്. മത്തി കുറച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ മത്തി ഞാൻ വെട്ടുന്നുണ്ട്. അപ്പോൾ ഹസ്ബൻഡ് അപ്പുറത്തുനിന്ന് ഇത് ക്ലീൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അമ്മ ഇവിടെ നല്ല കൊതുകുണ്ട് കേട്ടോ. അമ്മ നമുക്കപ്പോൾ കൊതുക് തിരിയൊക്കെ കത്തിച്ചവിടെ കൊണ്ടുവച്ച് വെച്ചതിന് ശേഷം കൊതുക് എന്താ പറയുക 5 മിനിറ്റ് കൊണ്ട് തന്നെ കൊതുക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. മുറിക്കാണ് മീൻ. മീൻ അധികം ചീനിട്ടൊന്നുമില്ല, നല്ല ഫ്രഷായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ തലയാക്കിക്കോ, ഞാൻ ഇതാക്കി തരാം. നിങ്ങൾ തലയാക്കിക്കോ. ഇതാ നിങ്ങൾ തലേൻ്റെ കാല് മീശയും കാലും കാണിച്ചു തരണോ? നമുക്കിതുപോലെ ഒരുമിച്ച് ജോലികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഇത് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു ഭയങ്കരമായിട്ടൊരു മനസ്സിനൊരു ഇതായിരിക്കുമല്ലേ ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങളൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യാറുണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് വീഡിയോയിൽ അറിയിക്കാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കാണാൻ നിങ്ങൾ വിചാരിക്കും പുള്ളി ഭയങ്കര ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉള്ള കൂട്ടത്തിലാണെന്ന്. അങ്ങനെയൊന്നല്ല കേട്ടോ. എപ്പോഴെങ്കിലും ഇതുപോലെ വന്നു കഴിഞ്ഞാൽ ഭാഗ്യം ആണ് കേട്ടോ. പിന്നെ ഇതുപോലെ വരുമ്പം എന്താ പറയുക, ഇന്ന് പുള്ളി തന്നെ പറഞ്ഞാണ് ഞാനും കൂടെ വരാം, നമുക്ക് ചെമ്മീൻ ഞാൻ കട്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നതാണ് കേട്ടോ. പണ്ടത്തെ കാലത്തുള്ളവരും ഇന്നത്തെ കാലത്തുള്ള എന്നുള്ള ഒരുപാട് ഡിഫറൻസ് വന്നിട്ടുണ്ടല്ലേ. കാരണം വേറെ ഒന്നുമല്ല, പണ്ടത്തെ കാലത്തെ ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, ആണുങ്ങൾ മാറി ഒരു ജോലിയും ചെയ്യത്തില്ല, അങ്ങനത്തെ ആ ഒരു ഇതിലുള്ള മെൻറ്റാലിറ്റി ഉള്ള കൂട്ടത്തിലാണല്ലോ. എന്നാൽ ഇന്ന് അതിൽ നിന്നൊക്കെ ഒരുപാട് മാറി വന്നിട്ടുണ്ട്. കാരണം ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒരേപോലെ തന്നെ കാര്യങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപോലെ ചെയ്ത് കൊടുക്കാനും, പിന്നെ എന്ന് വെച്ചാൽ കല്യാണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാർട്ട്ണർഷിപ്പാണല്ലോ. അപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും ഒരുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്ത് കൊടുക്കുമ്പോൾ ആണല്ലോ നല്ലൊരു ലൈഫ് നമുക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുന്നതും. കുറച്ച് പഴമക്കാരൊക്കെ ആണെങ്കിൽ സ്ത്രീകൾ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി അടുക്കളയിൽ ചടഞ്ഞിരിക്കുന്ന ആ ഒരു ചിന്താഗതി കുറേ ആൾക്കാർക്ക് എന്താ പറയുക കുറച്ച് പഴമക്കാർക്കൊക്കെ ഉണ്ട്. എന്നാൽ ഇന്ന് അതിൽ നിന്നൊക്കെ ഒരു 80% നല്ല രീതിക്ക് മാറിയിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം എന്ന് വെച്ചാൽ ഹസ്ബൻഡും വൈഫും ഒരുപോലെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് ഹെൽപ്പ് ചെയ്ത് മുന്നോട്ടേക്ക് പോകുന്ന ആൾക്കാരാണ്. പിന്നെ കുറച്ച് പഴയ ആൾക്കാർ എന്തുകൊണ്ടാണ് അങ്ങനെ ചിന്തിക്കുന്നതെന്ന് എനിക്ക് തോന്നിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഹസ്ബൻഡ് ആണല്ലോ അധികവും പണ്ടൊക്കെ ജോലിക്ക് പോയിരുന്നത്. സ്ത്രീകളൊക്കെ ആ സമയത്ത് വീട്ടിലിരിക്കുക, വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുക, കുഞ്ഞുങ്ങളെ കാര്യങ്ങളൊക്കെ നോക്കുക, അങ്ങനെയാണ്. അപ്പോൾ ഹസ്ബൻഡ്സിനൊക്കെ എന്താ പറയുക ഇതുപോലെ ജോലി ചെയ്യാനുള്ളൊരു അവസരമില്ല. അപ്പോൾ സ്ത്രീകൾ സ്വാഭാവികമായിട്ടും വീട്ടുകാര്യങ്ങളും അതൊക്കെ നോക്കി അങ്ങനെ ഇരിക്കുന്നു. ഇന്നത്തെ കാലത്ത് അതിന് ഉള്ളൊരു ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഹസ്ബൻഡും വൈഫും ഒരുപോലെ ജോലിക്ക് പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരെല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപോലെ ഷെയറും ചെയ്യുന്നുണ്ട്. പല വീടുകളിലും അങ്ങനെ തന്നെയാണ്, എനിക്കങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് കേട്ടോ.
പണ്ടത്തെ ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലൊരാൾക്കാരും ജോലി ചെയ്യുക, അപ്പോൾ വരുമ്പോഴേക്കും എല്ലാ ജോലിയൊക്കെ മറ്റൊരാൾ ചെയ്യും, അങ്ങനെയുള്ളൊരു ലൈഫാണ്. അപ്പോൾ ഇന്നെന്ന് വെച്ചാൽ രണ്ടാളും ബിസി ലൈഫാണ്. എന്താ പറയുക, ജോലിക്ക് പോയി അങ്ങനെയൊക്കെ വന്ന് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപോലെ സഹായിച്ച് അങ്ങനെ മുന്നോട്ട് പോകുന്ന ഈ ഒരു ജനറേഷനിലുള്ള ആൾക്കാരൊക്കെ. അപ്പോൾ ഇന്നത്തെ കാലത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്ത്രീകൾ തട്ട് കുറച്ച് താണിട്ടും അതല്ലേ പുരുഷൻ്റെ തട്ട് കുറച്ച് ഉയർന്നിട്ടും ആ ഒരു ചിന്താഗതിയൊന്നും ഇന്നത്തെ കാലത്ത് ഇല്ല കേട്ടോ, ആ ഒരു കോൺസെപ്റ്റൊന്നും. പിന്നെ ഞാൻ എടുത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ പ്രവീൺ, പ്രണവ് കൊച്ചു അവരൊക്കെ ചാനലിൽ അവർ പറയുന്നുണ്ടായിരുന്നല്ലോ, അവരുടെ വീട്ടിൽ സ്ത്രീകൾ തട്ടെന്നും താണിട്ടും അതുപോലെ പുരുഷൻ സ്ത്രീയെ ഹെൽപ്പ് ചെയ്യുന്നതൊന്നും അവർക്ക് വീട്ടിൽ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യമല്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ സ്ത്രീകളെവിടെയും അങ്ങനെ താഴ്ത്തി കിട്ടുന്നവർ ഇന്നില്ല അല്ലേ. അപ്പം അങ്ങനെ അഥവാ ഉണ്ടെങ്കിൽ തന്നെ നമ്മളത് നെവർ മൈൻഡ് ചെയ്യുക, നമ്മൾ അതങ്ങനെ വില കൊടുക്കാണ്ടിരിക്കുക കേട്ടോ. കാരണം സ്ത്രീയും പുരുഷനും ഒരേ ഇതാണ്, നമുക്കിന്ന് ഈ ലോകത്ത് ഒരേ അവകാശങ്ങളാണ്. അതുപോലെ തന്നെ സ്ത്രീകൾക്കായാലും ഇപ്പോൾ നല്ല എഡ്യൂക്കേറ്റഡ് ആണ് എല്ലാ സ്ത്രീകളും. അപ്പോൾ അതിനൊത്ത് നമ്മൾ മുന്നോട്ടേക്ക് പോവുക കേട്ടോ, അതാണ് എനിക്ക് പറയാനുള്ളത്. അതായത് സ്ത്രീ പുരുഷൻ അതിൽ ഓരോരാൾക്ക് ഓരോരോ പ്രയോറിറ്റി കൊടുത്ത് മുന്നോട്ടേക്ക് പോവാതെ നമ്മൾ ഒരേപോലെ ഈ ഒരു സമൂഹത്തിൽ സ്ത്രീ ആയാലും പുരുഷനായാലും ഒരുപോലെ മുന്നോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് നോക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. ഇപ്പോൾ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി സമയമായിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ബൈ.